Dear students, today we are going to discuss about computation of optimal solution to a transportation problem. Once initial feasible solution is obtained, you know how to develop initial feasible solution. There are three methods. They are northwest corner method, lowest cost entry method, and Vogel's approximation method. Okay, and once initial feasible solution is obtained using any of these three methods, then the next step is to determine whether the solution is optimal or not. ആ മൂന്ന് മെത്തേഡിൽ ഏതെങ്കിലും ഒരു മെത്തേഡിലൂടെ നമ്മൾ ഇനീഷ്യൽ ഫീസിബിൾ സൊല്യൂഷൻ കണ്ടുപിടിക്കുന്നു. ആ ഇനീഷ്യൽ ഫീസിബിൾ സൊല്യൂഷൻ ഓപ്റ്റിമൽ ആണോ അല്ലയോ എന്നാണ് തുടർന്ന് നമ്മൾ നോക്കുന്നത്. അതായത് ആ ഫീസിബിൾ സൊല്യൂഷനിലൂടെ നമുക്ക് കിട്ടിയിട്ടുള്ള ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് ഉണ്ടല്ലോ, അത് മിനിമം ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് ആണോ അല്ല മറ്റേതെങ്കിലും രീതിയിലുള്ള ഒരു ട്രാൻസ്പോർട്ടേഷൻ ഷെഡ്യൂളിലൂടെ നമുക്ക് കോസ്റ്റ് കുറയ്ക്കാൻ സാധിക്കുമോ എന്നൊക്കെ ഐഡൻറ്റിഫൈ ചെയ്യുകയാണ് അടുത്തതായിട്ട് നമ്മൾ ചെയ്യേണ്ടത്. ആൻഡ് ഫോർ ഫൈൻഡിങ് ഔട്ട് ദി ഓപ്റ്റിമൽ സൊല്യൂഷൻ ടു എ ട്രാൻസ്പോർട്ടേഷൻ പ്രോബ്ലം ദർ ആർ ടു മെത്തേഡ്സ്. ദേ ആർ മോഡിഫൈഡ് ഡിസ്ട്രിബ്യൂഷൻ മെത്തേഡ് and stepping stone method. First method is modified distribution method. It is also called MODI method. MODI, MO means modified and DI means distribution. Modified distribution method or UV method എന്നും വിളിക്കും. എന്തുകൊണ്ടാണ് UV method എന്ന് വിളിക്കുന്നതെന്നൊക്കെ നമുക്ക് പിന്നീട് നോക്കാം. സെക്കൻഡ് മെത്തേഡ് സ്റ്റെപ്പിംഗ് സ്റ്റോൺ മെത്തേഡ്. ഇന്ന് നാം ഡിസ്കസ് ചെയ്യുന്നത് മോഡിഫൈഡ് ഡിസ്ട്രിബ്യൂഷൻ മെത്തേഡാണ്. ഓക്കെ, വാട്ട് ഈസ് ദ പ്രൊസീജിയർ ഫോർ ഫൈൻഡിങ് ഔട്ട് ദി ഓപ്റ്റിമൽ സൊല്യൂഷൻ അണ്ടർ മോഡിഫൈഡ് ഡിസ്ട്രിബ്യൂഷൻ മെത്തേഡ്? ഫസ്റ്റ് സ്റ്റെപ്പ്, ഒബ്റ്റെയിൻ ഇനീഷ്യൽ ഫീസിബിൾ സൊല്യൂഷൻ. അപ്പോൾ ഇനീഷ്യൽ ഫീസിബിൾ സൊല്യൂഷൻ എങ്ങനെയാണ് ഡെവലപ്പ് ചെയ്യുക എന്ന് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. മൂന്ന് മെത്തേഡിൽ ഏതെങ്കിലും ഒരു മെത്തേഡിലൂടെ ഇനീഷ്യൽ ഫീസിബിൾ സൊല്യൂഷൻ നമ്മൾ ഡെവലപ്പ് ചെയ്യുന്നു. ഇനീഷ്യൽ ഫീസിബിൾ സൊല്യൂഷൻ ഡെവലപ്പ് ചെയ്യുമ്പോൾ ഏറ്റവും നല്ലത് VAM ഫോളോ ചെയ്യുന്നതാണ്. കാരണം ഈ മെത്തേഡിലൂടെ നമ്മൾ ഡെവലപ്പ് ചെയ്യുന്ന ഇനീഷ്യൽ ഫീസിബിൾ സൊല്യൂഷൻ ഓപ്റ്റിമൽ സൊല്യൂഷനോട് അടുത്തുള്ള ഒരു സൊല്യൂഷൻ ആയിരിക്കും. അതുകൊണ്ടാണ് ഇത് പ്രിഫർ ചെയ്യുന്നത്. നമ്മൾ എക്സാമിനേഷനൊക്കെ ഒന്നും പറഞ്ഞിട്ടില്ലെങ്കിലും VAM മെത്തേഡ് ഫോളോ ചെയ്യുന്നതാണ് നമുക്ക് കൂടുതൽ സൗകര്യം. ഓക്കെ, then second step, test whether the solution is basic feasible solution or not. അപ്പോൾ നമുക്കൊരു ഇനീഷ്യൽ ഫീസിബിൾ സൊല്യൂഷൻ കിട്ടിക്കഴിഞ്ഞു. ആ ഇനീഷ്യൽ ഫീസിബിൾ സൊല്യൂഷൻ കിട്ടിക്കഴിഞ്ഞാൽ അത് ബേസിക് ഫീസിബിൾ സൊല്യൂഷൻ ആണോ അല്ലയോ എന്ന് ടെസ്റ്റ് ചെയ്യണം. എന്താണ് ബേസിക് ഫീസിബിൾ സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ? ഇറ്റ് ഈസ് എ ഫീസിബിൾ സൊല്യൂഷൻ വിത്ത് നമ്പർ ഓഫ് അലോക്കേഷൻസ് ഈസ് എക്സാക്ട്ലി ഈക്വൽ ടു m+n-1. m റോസും n കോളംസുമാണ് ഉള്ളത് എങ്കിൽ ആ കോളം നമ്പറും റോ നമ്പറും ടോട്ടൽ ചെയ്ത് അതിൽ നിന്ന് 1 മൈനസ് ചെയ്ത് കിട്ടുന്ന ഫിഗർ എത്രയാണോ അത്രയും എണ്ണമാണ് നമ്പർ ഓഫ് അലോക്കേഷൻസ് ഉള്ളത് എങ്കിൽ ആ ഫീസിബിൾ സൊല്യൂഷനെയാണ് ബേസിക് ഫീസിബിൾ സൊല്യൂഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ബേസിക് ഫീസിബിൾ സൊല്യൂഷൻ ആയാൽ മാത്രമേ നമുക്കതിൻ്റെ ഓപ്റ്റിമൽ സൊല്യൂഷൻ കണ്ടുപിടിക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ ബേസിക് ഫീസിബിൾ സൊല്യൂഷൻ അല്ല എങ്കിൽ നമ്മളതിനെ ബേസിക് ഫീസിബിൾ സൊല്യൂഷനാക്കി മാറ്റേണ്ടതുണ്ട്. ഓക്കെ, അത് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പിന്നീട് പഠിക്കാം. ഓക്കെ, അപ്പോൾ ബേസിക് ഫീസിബിൾ സൊല്യൂഷൻ ആണോ എന്ന് ടെസ്റ്റ് ചെയ്തു. ബേസിക് ഫീസിബിൾ സൊല്യൂഷൻ ആണെന്ന് മനസ്സിലായി. ഇനി എന്താ ചെയ്യേണ്ടത്? അസൈൻ നെയിംസ് സച്ച് ആസ് U1, U2, U3 etc. ടു ഈച്ച് ഓഫ് ദി റോസ്. നമ്മൾ ഡെവലപ്പ് ചെയ്തിട്ടുള്ള നമുക്ക് ഇനീഷ്യൽ ഫീസിബിൾ സൊല്യൂഷൻ തന്നിട്ടുള്ള ഒരു ട്രാൻസ്പോർട്ടേഷൻ ടേബിൾ ഉണ്ട് നമ്മുടെ കയ്യിൽ. ആ ടേബിളിലുള്ള ഓരോ റോയ്ക്കും നമ്പർ കൊടുക്കുക, നെയിം കൊടുക്കുക. U1, U2, U3 എന്നിങ്ങനെയാണ് നമ്പർ കൊടുക്കേണ്ടത്. റോയുടെ നെയിമായിട്ടാണ് U1, U2, U3 എന്നങ്ങനെ എത്ര റോയുണ്ടോ അത്രയും നമ്പർ കൊടുക്കുക. ഓക്കെ, then assign names such as V1, V2, V3 etc. to each of the columns. ആ ടേബിളിലുള്ള ഓരോ കോളത്തിനും നെയിം കൊടുക്കണം, അല്ലെങ്കിൽ നമ്പർ കൊടുക്കണം. ആ നമ്പർ എങ്ങനെയാണ് കൊടുക്കുന്നത്? V1, V2, V3 അങ്ങനെയാണ് നമ്പർ. എത്ര കോളംസ് ഉണ്ടോ അത്രയും നമ്പർ നമ്മൾ നൽകേണ്ടതുണ്ട്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ റോയ്ക്ക് U എന്നും കോളത്തിന് V എന്നും പേര് നൽകുന്നു, അല്ലെങ്കിൽ ആ
യു വി ചേർത്ത് നമ്പർ നൽകുന്നു. അതുകൊണ്ടാണ് ഈ മെത്തേഡിനെ യു വി മെത്തേഡ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, അപ്പം നമ്പർ കൊടുത്തതിന് ശേഷം എന്താ ചെയ്യേണ്ടത്? ഡെവലപ്പ് ഇക്വേഷൻ ഫോർ ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് ഓഫ് ഈച്ച് ഓഫ് ദി ഒക്യുപ്പൈഡ് സെൽ. എന്താണ് ഒക്യുപ്പൈഡ് സെൽ എന്ന് പറഞ്ഞാൽ? എന്താണ്? നമ്മൾ ആ ട്രാൻസ്പോർട്ടേഷൻ ടേബിളിൽ എവിടെയൊക്കെയാണോ അലോക്കേഷൻ ഉള്ളത്, അല്ലെങ്കിൽ ഒറിജിനിൽ നിന്ന് ഡെസ്റ്റിനേഷനിലേക്ക് ട്രാൻസ്പോർട്ട് ചെയ്യാൻ ഇത്ര യൂണിറ്റ് ട്രാൻസ്പോർട്ട് ചെയ്യണമെന്ന് നമ്മൾ ചില സെല്ലുകളിലൊക്കെ ഒരു റെക്റ്റാങ്കിളിനകത്ത് കാണിച്ചിട്ടുണ്ടല്ലോ. ആ റെക്റ്റാങ്കിളിനകത്ത് യൂണിറ്റ് കാണിച്ചിട്ടുള്ള സെല്ലിനെയാണ് നമ്മൾ ഒക്യുപ്പൈഡ് സെല്ല് എന്ന് പറയുന്നത്. ഓക്കെ, അങ്ങനെ ഒക്യുപ്പൈഡ് സെല്ല് ആയി ബന്ധപ്പെട്ട് ആ ഒക്യുപ്പൈഡ് സെല്ലിൽ ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് പെർ യൂണിറ്റ് കാണിച്ചിട്ടുണ്ടാവും. ഓക്കെ, അപ്പോൾ ആ ഒക്യുപ്പൈഡ് സെല്ലിനകത്തുള്ള ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റുമായി ബന്ധപ്പെട്ട് ഒരു ഇക്വേഷൻ ഡെവലപ്പ് ചെയ്യണം. ആ ഇക്വേഷൻ ഡെവലപ്പ് ചെയ്യേണ്ടത് ആ സെല്ലുമായി ബന്ധപ്പെട്ട റോയുടെയും കോളത്തിൻ്റെയും നെയിം അല്ലെങ്കിൽ യു വി വാല്യൂ നമ്മൾ കൊടുത്തല്ലോ, യു വി എന്ന് പേര് കൊടുത്തു. ആ നമ്പർ അല്ലെങ്കിൽ ആ നെയിം വെച്ചാണ് ഇക്വേഷൻ ഡെവലപ്പ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് ആ സെല്ലിലുള്ള ആ ഒക്യുപ്പൈഡ് സെല്ലിലുള്ള ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് എന്ന് പറയുന്ന ആ ഒക്യുപ്പൈഡ് സെല്ലിൻ്റെ യു ഐ പ്ലസ് വി ജെ ആക്കിയിട്ട് ഇക്വേഷൻ എഴുതുക. യു ഐ എന്ന് പറയുന്നത് ഒരു നമ്പർ പറഞ്ഞെന്ന് മാത്രം. ആ റോയുടെ നമ്പർ പ്ലസ് കോളത്തിൻ്റെ നമ്പർ. ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് ഈസ് ഈക്വൽ ടു യുടെ അല്ലെങ്കിൽ റോയുടെ നമ്പർ ആൻഡ് കോളത്തിൻ്റെ നമ്പറിൻ്റെയും ടോട്ടലായിട്ട് ആ സെല്ലിനകത്തുള്ള കോസ്റ്റിനെ കാണിച്ച് ഇക്വേഷൻ ഡെവലപ്പ് ചെയ്യുക. ഓക്കെ, then solve this equation and find values of all the u and v values. ഇനി നമ്മൾ ഈ ഇക്വേഷൻ ഡെവലപ്പ് ചെയ്ത് അതെല്ലാം സോൾവ് ചെയ്തിട്ട് എല്ലാ യു വാല്യൂവും എല്ലാ വി വാല്യൂവും കണ്ടുപിടിക്കണം. u1 u2 u3 u4 എന്നും അതുപോലെ v1 v2 v3 എന്നെല്ലാം കൊടുത്തല്ലോ. അതിൻ്റെ ആക്ച്വൽ വാല്യൂ എത്രയാണ് എന്ന് ആ ഇക്വേഷൻ സോൾവ് ചെയ്ത് കണ്ടുപിടിക്കേണ്ടതുണ്ട്. ആ ഇക്വേഷൻ സോൾവ് ചെയ്യുന്ന ഒരു രീതി എങ്ങനെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതിലേതെങ്കിലും സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് അതിലേതെങ്കിലും യു വാല്യൂ അല്ലെങ്കിൽ ഏതെങ്കിലും വി വാല്യൂ. എന്താ ഏതെങ്കിലും യു വാല്യൂ എന്ന് പറഞ്ഞാൽ u1 u2 u3 ഉണ്ട്, v1 v2 v3 അങ്ങനെ പോകുന്നു. അപ്പോൾ അതിലേതെങ്കിലും ഒരു വാല്യൂവിനെ നമ്മൾ 0 ആയിട്ട് എടുക്കണം. സാധാരണയായിട്ട് യു വാല്യൂ ആണോ വി വാല്യൂ ആണോ ഏതാണ് കൂടുതൽ തവണ റിപ്പീറ്റ് ചെയ്യുന്നത്, ആ റിപ്പീറ്റ് ചെയ്യുന്ന പെർട്ടിക്കുലർ യു വാല്യൂ അല്ലെങ്കിൽ പെർട്ടിക്കുലർ വി വാല്യൂ ആണ് നമ്മൾ 0 ആയിട്ട് എടുക്കുക. ഓക്കെ, അങ്ങനെ 0 ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ നമുക്കത് സോൾവ് ചെയ്തിട്ട് എല്ലാ യു വാല്യൂവും എല്ലാ വി വാല്യൂവും കണ്ടെത്താൻ കഴിയും. ഓക്കെ, അങ്ങനെ എല്ലാ യു വാല്യൂവും വി വാല്യൂവും കണ്ടെത്തി കഴിഞ്ഞാൽ അടുത്ത സ്റ്റെപ്പ് ചെയ്യേണ്ടത് ഫൈൻഡ് ദി ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് ഓഫ് ഈച്ച് ഓഫ് ദി അൺഒക്യുപ്പൈഡ് സെൽ. നമ്മളിപ്പോൾ ഇവിടെ ഇക്വേഷനെല്ലാം ഡെവലപ്പ് ചെയ്തിരുന്നത് ഒക്യുപ്പൈഡ് സെല്ലിൻ്റെതാണ്. ഇനി ഒക്യുപ്പൈഡ് സെല്ലിൻ്റെ അല്ലെങ്കിൽ അലോക്കേറ്റഡ് സെല്ലിൻ്റെതായിരുന്നു, അലോക്കേഷൻ നടത്തിയിട്ടുള്ള സെല്ലിൻ്റെ. ഇനി അതല്ലാതെയുള്ള സെല്ലുകളുണ്ടല്ലോ, അൺഒക്യുപ്പൈഡ് സെല്ല് അല്ലെങ്കിൽ അൺഅലോക്കേറ്റഡ് സെല്ല്. ആ അൺഒക്യുപ്പൈഡ് സെല്ലുമായി ബന്ധപ്പെട്ട് ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് കണ്ടുപിടിക്കണം എന്നുള്ളതാണ് അടുത്ത സ്റ്റെപ്പ്. എന്താ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് എന്ന് പറഞ്ഞാൽ? ഓരോ അൺഒക്യുപ്പൈഡ് സെല്ലിൻ്റെയും ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് എന്ന് പറഞ്ഞാൽ ആ അൺഒക്യുപ്പൈഡ് സെല്ലിനകത്തുള്ള ആക്ച്വൽ ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് മൈനസ് ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് ബേസ്ഡ് ഓൺ യു ആൻഡ് വി വാല്യൂസ് ഓഫ് ദാറ്റ് സെൽ. അപ്പോൾ ഒരു അൺഒക്യുപ്പൈഡ് സെല്ലിൻ്റെ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് ഈസ് ഈക്വൽ ടു ആ അൺഒക്യുപ്പൈഡ് സെല്ലിലുള്ള ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ്, ആക്ച്വൽ ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് പെർ യൂണിറ്റ് എത്രയാണോ മൈനസ് യു വി വാല്യൂവിൻ്റെ അടിസ്ഥാനത്തിൽ. നമുക്ക് യു വി വാല്യൂവിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു ഇക്വേഷൻ ഡെവലപ്പ് ചെയ്തിട്ടുണ്ടല്ലോ, ആ യു വി വാല്യൂവിൻ്റെ അടിസ്ഥാനത്തിൽ കണ്ടുപിടിക്കുന്ന ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് സബ്ട്രാക്ട് ചെയ്യും. സബ്ട്രാക്ട് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന വാല്യൂ ആണ് ആ അൺഒക്യുപ്പൈഡ് സെല്ലിൻ്റെ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് എന്ന് പറയുന്നത്. ആ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് കണ്ടുപിടിക്കുക. ഓക്കെ, ആ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് ആണ് സത്യത്തിൽ നമ്മുടെ ഇനീഷ്യൽ ഫീസിബിൾ സൊല്യൂഷൻ ഓപ്റ്റിമൽ ആണോ അല്ലയോ എന്നൊക്കെ തീരുമാനിക്കുന്നത്. ഓക്കെ, ഇഫ് ഓൾ ദി ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് വാല്യൂസ് ആർ പോസിറ്റീവ്, ദി സൊല്യൂഷൻ ഈസ് ഓപ്റ്റിമൽ ആൻഡ് യുണീക്ക്. എന്താണ്? എല്ലാ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് വാല്യൂവും പോസിറ്റീവ് ആണെന്ന് വിചാരിക്കുക. പോസിറ്റീവ് ആണ് എങ്കിൽ സൊല്യൂഷൻ ഓപ്റ്റിമൽ ആണ്. ആൻഡ് യുണീക്ക്,
ഒരേ ഒരു ഓപ്റ്റിമൽ സൊല്യൂഷനേ ഉള്ളൂ, അല്ലാതെ ഓപ്റ്റിമൽ സൊല്യൂഷൻ ഒന്നിൽ കൂടുതൽ ഓപ്റ്റിമൽ സൊല്യൂഷൻ ഇല്ല എന്നർത്ഥം. ഒറ്റ ഓപ്റ്റിമൽ സൊല്യൂഷനേ ഉള്ളൂ. ഓക്കെ. ഇനി ഇഫ് അറ്റ്ലീസ്റ്റ് വൺ ഓഫ് ദി ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് വാല്യൂ ഈസ് 0 ആൻഡ് അതേഴ്സ് ആർ പോസിറ്റീവ്, ഏതെങ്കിലും ഒന്നെങ്കിലും 0 ആയി മാറുക, ബാക്കിയെല്ലാം പോസിറ്റീവ് ആവുക, അങ്ങനെയാണെങ്കിൽ സൊല്യൂഷൻ ഓപ്റ്റിമൽ തന്നെയാണ്. ബട്ട് ആൾട്ടർനേറ്റീവ് സൊല്യൂഷൻ എക്സിസ്റ്റ്, അതല്ലാതെ മറ്റൊരു സൊല്യൂഷൻ കൂടെ, മൾട്ടിപ്പിൾ സൊല്യൂഷൻ ഉണ്ട് എന്നർത്ഥം. ഒരേ ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് വരുന്ന മറ്റ് സൊല്യൂഷൻ കൂടെ ഉണ്ട് എന്നർത്ഥം. ഓക്കെ. ആൻഡ് ഇഫ് അറ്റ്ലീസ്റ്റ് വൺ ഓഫ് ദി ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് ഈസ് നെഗറ്റീവ്, അറ്റ്ലീസ്റ്റ് വൺ ഓഫ് ദി opportunity cost value is negative, the solution is not optimal. എന്താണ്? ഏതെങ്കിലും ഒരു ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് വാല്യൂ നെഗറ്റീവ് ആയിട്ടുണ്ടെങ്കിൽ അതിനർത്ഥം നമുക്ക് കിട്ടിയിട്ടുള്ള ഇനീഷ്യൽ ഫീസിബിൾ സൊല്യൂഷൻ ഓപ്റ്റിമൽ സൊല്യൂഷൻ അല്ല എന്നർത്ഥം. ഓക്കെ. അങ്ങനെ ആവുന്ന സമയത്ത് ഇഫ് ദി സൊല്യൂഷൻ ഈസ് നോട്ട് ഓപ്റ്റിമൽ, വി ഹാവ് ടു മേക്ക് നെസസറി റീഅലോക്കേഷൻസ് ഇൻ ദി ട്രാൻസ്പോർട്ടേഷൻ ഷെഡ്യൂൾ ഓർ ട്രാൻസ്പോർട്ടേഷൻ ടേബിൾ. ഇപ്പം നമ്മൾക്ക് കിട്ടിയിട്ടുള്ള ഇനീഷ്യൽ ഫീസിബിൾ സൊല്യൂഷൻ അതുപോരാ, അതിനകത്ത് ചില റീഅറേഞ്ച്മെൻറ്റ് നടത്തിയിട്ട്, റീഅലോക്കേഷൻ നടത്തിയിട്ട് നമ്മൾ മറ്റൊരു സൊല്യൂഷൻ, കുറച്ചുകൂടെ ഇംപ്രൂവ്ഡ് ആയിട്ടുള്ള സൊല്യൂഷൻ കണ്ടെത്തണം. ഓക്കെ. ആ സൊല്യൂഷനും നമ്മൾ ഇതേപോലെ തന്നെ ഓപ്റ്റിമാലിറ്റി ടെസ്റ്റ് ചെയ്യും. ഓക്കെ. ഇതാണ് പ്രൊസീജിയർ മോഡി മെത്തേഡിന്. എളുപ്പമാണ്, പക്ഷെ കുറച്ച് ടൈം കൺസ്യൂമിങ് ആണെന്ന് മാത്രം, ബുദ്ധിമുട്ടൊന്നും തന്നെയില്ല. ഇവിടെ മോഡി മെത്തേഡിൽ സൂചിപ്പിച്ചിട്ടുള്ള ഈ പ്രൊസീജിയർ ഉണ്ടല്ലോ, ഈ ഒരു സ്റ്റെപ്സ്, ഈ ഒരു അൽഗരിതം മോഡി മെത്തേഡിൻ്റെ, അത് എന്തെങ്കിലും വ്യക്തത ഇല്ലായ്മ ഉണ്ടെങ്കിൽ നമ്മളൊരു പ്രോബ്ലം ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് കുറച്ചുകൂടെ കൃത്യത വരും. നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് പോകാം. സോൾവ് ദി ഫോളോയിങ് ട്രാൻസ്പോർട്ടേഷൻ പ്രോബ്ലം യൂസിങ് VAM. ഇപ്പോൾ ഇവിടെ സോൾവ് ദി ഫോളോയിങ് ട്രാൻസ്പോർട്ടേഷൻ പ്രോബ്ലം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ സോൾവ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൊല്യൂഷൻ കണ്ടെത്തുക എന്നാണ്. സൊല്യൂഷൻ കണ്ടെത്തുക എന്ന് പറഞ്ഞാൽ ഓപ്റ്റിമൽ സൊല്യൂഷൻ കണ്ടെത്തുക എന്നാണ്, അല്ലാതെ ഇനീഷ്യൽ ഫീസിബിൾ സൊല്യൂഷൻ കണ്ടെത്തിയാൽ പോരാ. ഇനീഷ്യൽ ഫീസിബിൾ സൊല്യൂഷൻ ആ ട്രാൻസ്പോർട്ടേഷൻ പ്രോബ്ലത്തിൻ്റെ സൊല്യൂഷൻ അല്ല. സൊല്യൂഷൻ മീൻസ് ഓപ്റ്റിമൽ സൊല്യൂഷൻ ആണ്. ഓക്കെ. പക്ഷേ ആ ഓപ്റ്റിമൽ സൊല്യൂഷൻ കണ്ടുപിടിക്കാൻ വേണ്ടി നമുക്കൊരു ഇനീഷ്യൽ ഫീസിബിൾ സൊല്യൂഷൻ കിട്ടണമല്ലോ. ആ ഇനീഷ്യൽ ഫീസിബിൾ സൊല്യൂഷൻ വൊഗൽസ് അപ്രോക്സിമേഷൻ മെത്തേഡിലൂടെ കണ്ടുപിടിക്കണം എന്നാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ക്ലിയർ? അപ്പോൾ ഇവിടെ 1 2 3 4 4 ഡെസ്റ്റിനേഷൻസ് ആണുള്ളത്, അതേപോലെ 3 ഒറിജിനാണുള്ളത്. ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് തന്നിട്ടുണ്ട്, 3 ഒറിജിനിലും അവൈലബിൾ ആയിട്ടുള്ള സപ്ലൈ എത്രയാണ്, അതേപോലെ 4 ഡിമാൻഡ് ഡെസ്റ്റിനേഷനിലും ഡിമാൻഡ് റിക്വയർമെൻറ്റ്സ് എത്രയാണെന്നൊക്കെ തന്നിട്ടുണ്ട്. ഓക്കെ. നമ്മൾ ആദ്യം എന്ത് ചെയ്യണം? ഇത് ടെസ്റ്റ് ചെയ്യണം. നമ്മൾ ഇനീഷ്യൽ ഫീസിബിൾ സൊല്യൂഷൻ കണ്ടെത്താൻ വേണ്ടി ആദ്യം ചെയ്യേണ്ടത് റോ ടോട്ടലും കോളം ടോട്ടലും ടാലി ആവുന്നുണ്ടോ. റോ ടോട്ടൽ 3 + 7 + 5 = 15. ഇവിടെ 4 + 3 + 4 + 4 = 15. ഇത് ക്വസ്റ്റ്യനിൽ തന്നെ ടാലി ആയിട്ട് തന്നിട്ടുണ്ട്, എങ്കിലും നമ്മളൊന്ന് ചെക്ക് ചെയ്യുക ഇത് ടാലി ആവുന്നില്ലേ എന്ന്. എന്നാൽ മാത്രമേ നമുക്ക് സൊല്യൂഷൻ കിട്ടുകയുള്ളൂ. അപ്പോൾ ഇവിടെ ക്വസ്റ്റ്യനിൽ തന്നു കഴിഞ്ഞാൽ ഒന്നും കൂടെ നമ്മളത് വെരിഫൈ ചെയ്യേണ്ടതുണ്ട്, 15 തന്നെയല്ലേ എന്ന്. ഓക്കെ. അപ്പോൾ ഇവിടെ 15 തന്നെയാണ്. ദാറ്റ് മീൻസ് ഫീസിബിൾ സൊല്യൂഷൻ എക്സിസ്റ്റ്, ഫീസിബിൾ സൊല്യൂഷൻ ഉണ്ട്. അപ്പോൾ ആ ഫീസിബിൾ സൊല്യൂഷൻ എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത് എന്നൊന്നും ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. ഇവിടെ കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്കറിയാം VAM ഉപയോഗിച്ച് എങ്ങനെ കണ്ടുപിടിക്കണം. അതുകൊണ്ട് അത് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പോകുന്നില്ല. നിങ്ങൾ ഈ ചെയ്തിരിക്കുന്നത് നോക്കിയാൽ മതി. നമ്മളത് സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന ഇനീഷ്യൽ ഫീസിബിൾ സൊല്യൂഷൻ എത്രയാണെന്ന് മാത്രം നമുക്ക് നോക്കാം. ഈ രീതിയിൽ നമ്മൾ ഇനീഷ്യൽ ഫീസിബിൾ സൊല്യൂഷൻ കണ്ടെത്തിയിരിക്കുകയാണ്. ദിസ് ഈസ് ദി ഇനീഷ്യൽ ഫീസിബിൾ സൊല്യൂഷൻ. ഓക്കെ. ഇങ്ങനെയാണ് Q1-ൽ നിന്ന് D1-ലേക്ക് 3 യൂണിറ്റ്, ദെൻ Q2-ൽ നിന്ന് D3-ലേക്ക് 3 യൂണിറ്റ്, Q2-ൽ നിന്ന് D4-ലേക്ക് 4 യൂണിറ്റ്, Q1-ൽ നിന്ന് D1-ലേക്ക് 1 യൂണിറ്റ്, Q3-ൽ നിന്ന് D2-ലേക്ക് 3 യൂണിറ്റ്, Q3-ൽ നിന്ന് D3-ലേക്ക് 1 യൂണിറ്റ്. ഇത്രയാണ് നമ്മളിങ്ങനെയാണ് ഈ ഗുഡ്സ് ട്രാൻസ്പോർട്ട് ചെയ്യേണ്ടത്. ടോട്ടൽ ചെയ്ത് കഴിഞ്ഞാൽ 3 + 1 4 ആണ്. ഇവിടെ 3 ആണ്, ഇവിടെ 3 + 1 4 ആണ്, ഇവിടെ 4 മാത്രമേ. റോയുടെ ടോട്ടൽ നോക്കൂ, 3 3
3 plus 4 plus 4 equal to 7, then 1 plus 3 plus 1 equal to 5. ഓക്കെ, ഇനി നമ്മൾ എന്താ, അപ്പോൾ ഇവിടെ നോക്കൂ, ഈ സെല്ലുകളിൽ ഇവിടെ ഈ സെല്ല് അലോക്കേറ്റഡ് സെല്ലാണെന്നാണ് പറയുക, ഒക്യുപ്പൈഡ് സെൽ എന്ന് പറയും. ഇത് ഒക്യുപ്പൈഡ് സെല്ലാണ്, ഇത് ഒക്യുപ്പൈഡ് സെല്ലാണ്, ഇത് ഒക്യുപ്പൈഡ് സെല്ലാണ്, ഇത് ഒക്യുപ്പൈഡ് സെല്ലാണ്, ഇത് ഒക്യുപ്പൈഡ് സെല്ലാണ്. എല്ലാ സെല്ലുകളും ഇവിടെ അലോക്കേറ്റഡ് സെല്ലുകൾ എന്നാണ് ഇവയെ വിളിക്കുക, അല്ലെ ഒക്യുപ്പൈഡ് സെൽ. അപ്പോൾ അതങ്ങനെ ഈ അലോക്കേഷൻസ് ഇല്ലാത്തത്, ഈ സെല്ല് ഇവിടെ 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 അതേപോലെ ഇതിൽ ഇവിടെയൊന്നും അലോക്കേഷൻ ഇല്ല, അത് അൺഒക്യുപ്പൈഡ് സെൽസ് അല്ലെങ്കിൽ അൺഅലോക്കേറ്റഡ് സെൽസ് എന്നാണ് വിളിക്കുക. അപ്പോൾ ഒക്യുപ്പൈഡ് സെല്ല്, അൺഒക്യുപ്പൈഡ് സെല്ല് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്ന് ക്ലിയർ ആയല്ലോ. ഇനി നമ്മൾ നോക്കേണ്ടത് ഈ ഇനീഷ്യൽ ഫീസിബിൾ സൊല്യൂഷൻ നമുക്ക് കിട്ടിയിട്ടുള്ള ഈ സൊല്യൂഷൻ ബേസിക് ഫീസിബിൾ സൊല്യൂഷൻ ആണോ എന്ന് നോക്കണം. ബേസിക് ഫീസിബിൾ സൊല്യൂഷൻ ആണ്. എങ്ങനെയാണ് നോക്കുക? ഇതിലുള്ള റോസിൻ്റെ എണ്ണം നോക്കൂ, 1 2 3 റോസ്. ഓക്കെ, കോളംസോ 1 2 3 4 കോളം. അപ്പോൾ 3 plus 4 7 minus 1 6, m plus n minus 1, m rows n columns. ഓക്കെ, m plus n minus 1. അപ്പോൾ ഇവിടെ 3 plus 4 minus 1 എന്ന് പറഞ്ഞാൽ 3 plus 4 7 minus 1 6 അലോക്കേഷൻ ആണ് ഉള്ളത്. നോക്കൂ, 1 2 3 4 5 6. കണ്ടോ, 6 നമ്പർ ഓഫ് അലോക്കേഷൻസ് 6 ആണ്. നമ്പർ ഓഫ് അലോക്കേഷൻസ് ഈസ് ഈക്വൽ ടു എക്സാക്ട്ലി m plus n minus 1 എന്ന് പറഞ്ഞാൽ റോ നമ്പർ ഓഫ് റോസ് പ്ലസ് നമ്പർ ഓഫ് കോളംസ് മൈനസ് 1 തുല്യമാണ് നമ്പർ ഓഫ് അലോക്കേഷൻസ്. അങ്ങനെയാണെങ്കിലേ നമുക്ക് ഓപ്റ്റിമൽ സൊല്യൂഷൻ കണ്ടുപിടിക്കാൻ സാധിക്കുകയുള്ളൂ. ഓക്കെ, അപ്പോൾ ഇവിടെ അത് ബേസിക് ഫീസിബിൾ സൊല്യൂഷൻ ആണ്. ഇവിടെ കിട്ടിയിട്ടുള്ള സൊല്യൂഷൻ ബേസിക് ഫീസിബിൾ സൊല്യൂഷൻ ആണ്. ക്ലിയർ? അപ്പോൾ ഈ ബേസിക് ഫീസിബിൾ സൊല്യൂഷൻ എന്താണ്? ഇങ്ങനെയാണ് ട്രാൻസ്പോർട്ട് ചെയ്യേണ്ടത്. അത് പ്രകാരം കോസ്റ്റ് എത്രയാണ് എന്ന് നമുക്ക് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് 68 ആണ് കിട്ടുക. നോക്കൂ, 3 into 2 plus 3 into 5 plus 4 into 4 plus 1 into 7 plus 3 into 6 plus 1 into 6. ടോട്ടൽ ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് 68 ആണ് കിട്ടുക. ഈ 68 ടോട്ടൽ ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് ഇനീഷ്യൽ ഫീസിബിൾ സൊല്യൂഷൻ നൽകുന്നതാണ്. ഓക്കെ, ഈ ഇനീഷ്യൽ ഫീസിബിൾ സൊല്യൂഷൻ, അതായത് ക്യൂവിൽ നിന്ന് D1ലേക്ക് 3 യൂണിറ്റ്, Q2ൽ നിന്ന് D3യിലേക്ക് 3 യൂണിറ്റ്, Q2ൽ നിന്ന് D4ലേക്ക്, ഇങ്ങനെയുള്ള ഈ ഗുഡ്സ് ട്രാൻസ്പോർട്ട് ചെയ്യുമ്പോൾ വരുന്ന അത് നൽകുന്ന ടോട്ടൽ ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് 68 ആണല്ലോ. ഇത് ഓപ്റ്റിമൽ സൊല്യൂഷൻ ആണോ എന്നാണ് നാം ടെസ്റ്റ് ചെയ്യുന്നത്. ഓപ്റ്റിമൽ സൊല്യൂഷൻ ആണെന്ന് ടെസ്റ്റ് ചെയ്യണമെങ്കിൽ ആദ്യം നമ്മൾ എന്ത് ചെയ്യണം എന്ന് പറഞ്ഞാൽ, ഓരോ റോയ്ക്കും നെയിം കൊടുക്കണം. ഇതാണല്ലോ ഫസ്റ്റ് റോ, സെക്കൻഡ് റോ, തേർഡ് റോ. അതിന് നെയിം കൊടുത്തു. U1 U2 U3 എന്ന് നെയിം കൊടുത്തു. കോളത്തിന് ഇതാ ഫസ്റ്റ് കോളം V1 V2 V3 V4 എന്ന് നെയിം കൊടുത്തു. ഇതാണ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, U1 എന്ന് റോയ്ക്കും V1 V2 V3 എന്ന് U എന്ന് റോയ്ക്കും V എന്ന് കോളത്തിന് നമ്പർ കൊടുത്തു. ഓക്കെ, ക്ലിയർ? ഇനി എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ അലോക്കേറ്റഡ് സെല്ലുണ്ടല്ലോ, ഒക്യുപ്പൈഡ് സെല്ലുണ്ടല്ലോ, ഇത് 1 2 3 4 5 6, ഈ 6 ഒക്യുപ്പൈഡ് സെല്ലുകളിലെയും ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റുമായി ബന്ധപ്പെട്ട് ഒരു ഇക്വേഷൻ ഡെവലപ്പ് ചെയ്യുക. ഇക്വേഷൻ ഡെവലപ്പ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് ഇവിടെ നോക്കി, ഇത് ഒക്യുപ്പൈഡ് സെല്ലാണല്ലോ, Q1 D1 എന്ന ഒക്യുപ്പൈഡ് സെല്ലാണിത്. Q1ൽ നിന്ന് D1ലേക്ക് 3 യൂണിറ്റ് ട്രാൻസ്പോർട്ട് ചെയ്യുമ്പോൾ വരുന്ന ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റാണ് 2 ഒരു യൂണിറ്റിന്. ഓക്കെ, ഈ 2 രൂപയെ നമ്മൾ എന്ത് ചെയ്യണം? ഈ സെല്ലിൻ്റെ റോയുടെ നെയിം എന്തായിരുന്നു? U1. ഈ സെല്ലിൻ്റെ കോളത്തിൻ്റെ നെയിം എന്താണ്? V1. അപ്പോൾ U1ൻ്റെയും V1ൻ്റെയും ഒരു അതുമായി ബന്ധപ്പെടുത്തണം ഈ ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റിനെ. അപ്പോൾ U1 + V1 ആണ് 2 എന്ന് പറയാം. നോക്കൂ, Q1 D1 എന്ന അലോക്കേറ്റഡ് സെല്ലിലെ ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റായ 2 രൂപയെ U1ൻ്റെയും V1ൻ്റെയും ഒരു അതുമായി രണ്ടുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ള ഇതാണ് ഈ ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് എന്ന് ഇക്വേഷൻ എഴുതിയിരിക്കുന്നു. U1 + V1 = 2.
അതേപോലെ അടുത്ത അലോക്കേറ്റഡ് സെല്ല് ഏതാണ്? ഇതാണല്ലോ. ഇതിൽ ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് 5 ആണ്. ഈ 5നെ എങ്ങനെ റിലേറ്റ് ചെയ്യണം? ഇത് നോക്കൂ, U2 പ്ലസ് V3 ആണ് 5. U2 പ്ലസ് V3 ആണ് 5. ഓക്കെ. അടുത്ത അലോക്കേറ്റഡ് സെല്ല് ഇതാണല്ലോ. ഇതിനകത്തുള്ള ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് 4 എന്ന് പറയുന്നത് എന്താണ്? ഇതിൻ്റെ റോയുടെ നെയിം നമ്പർ U2 ആണ്. U2 പ്ലസ് V4 ആണ് 4. U2 പ്ലസ് V4 ആണ് 4. ഓക്കെ. അതുപോലെ ഇതെങ്ങനെ വരും? അങ്ങനെയാകുമ്പോൾ ഈ 7 എന്ന് പറയുന്നത് എന്താണ്? U3 പ്ലസ് V1. U3 പ്ലസ് V1 ആണ് 7. ഈ 6 എങ്ങനെ വരും? 6 ഇത് U3 പ്ലസ് V2 ആണ് 6. U3 പ്ലസ് V2 ആണ് 6. അതുപോലെ ഈ 6 എങ്ങനെ വരും? U3 പ്ലസ് V3 ആണ് 6. U3 പ്ലസ് V3 ആണ് 6. ഇങ്ങനെ ഇക്വേഷൻസ് ഡെവലപ്പ് ചെയ്തു. ഇക്വേഷൻസ് ഡെവലപ്പ് ചെയ്തിട്ടുള്ള അലോക്കേറ്റഡ് സെല്ലുകൾക്കാണ് എന്ന് ഓർക്കുക. ഓക്കെ. ഇനി ഈ ഇക്വേഷനുമായി ബന്ധപ്പെട്ട് ഈക്വേഷൻസ് എല്ലാം സോൾവ് ചെയ്ത് നമ്മൾ എല്ലാ യു വാല്യൂവും എല്ലാ വി വാല്യൂവും കണ്ടുപിടിക്കണം. ഓക്കെ. ആ യു വാല്യൂവും വി വാല്യൂവും നമ്മൾ കണ്ടുപിടിക്കാൻ വേണ്ടി സാധാരണ ചെയ്യുന്ന ഒരു രീതി, ഈ യുവും വിയും ഏറ്റവും കൂടുതൽ ടൈംസ് റിപ്പീറ്റ് ചെയ്യുന്നത് ഏതാണെന്ന് നോക്കുക. ഇവിടെ നോക്കൂ, U2 2 ടൈംസ് ഉണ്ട് അല്ലേ? ഇവിടെ നോക്കൂ, U3 3 ടൈംസ് ഉണ്ട്. അപ്പോൾ ഏറ്റവും കൂടുതൽ വരുന്ന U3 ആണല്ലോ കൂടുതലായിട്ട് റിപ്പീറ്റ് ചെയ്യുന്നത് അല്ലേ? 3 ടൈംസ് റിപ്പീറ്റ് ചെയ്യുന്നു. അപ്പോൾ ആ U3യുടെ വാല്യൂ 0 ആയിട്ട് കൊടുക്കുക. U3 0 ആയിട്ട് എടുക്കുക. അങ്ങനെ 0 ആയിട്ട് എടുക്കുമ്പോൾ U3 വരുന്ന ഈ ഇക്വേഷൻ ഉണ്ടല്ലോ, U3 പ്ലസ് V1 ഈക്വൽ ടു 7 എന്നുള്ള 0 പ്ലസ് V1 ഈക്വൽ ടു 7, അതായത് V1 ഈക്വൽ ടു 7 എന്ന് കിട്ടും. ഓക്കെ. അങ്ങനെ നമ്മൾ ഓരോ ഇക്വേഷനിലും കണ്ടു കിട്ടിയിട്ടുള്ള വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എല്ലാ യു വാല്യൂവും എല്ലാ വി വാല്യൂവും കിട്ടും. ഓക്കെ. അപ്പോൾ അവിടെ നോക്കൂ, എല്ലാ വാല്യൂവും കിട്ടി. ഇത് നോക്കൂ, V1 7 ആണെന്ന് കിട്ടി, V2 6 ആണെന്ന് കിട്ടി, V3 6 ആണെന്ന് കിട്ടി, U1 -5 ആണെന്ന് കിട്ടി, U2 -1 ആണെന്ന് കിട്ടി, U3 നമ്മൾ നേരത്തെ തന്നെ 0 ആയിട്ട് കണക്കാക്കിയിട്ടുണ്ടായിരുന്നു, V4 5 ആയിട്ട്. അപ്പോൾ എല്ലാ യു വാല്യൂവും എല്ലാ വി വാല്യൂവും നമുക്ക് കിട്ടി. ഓക്കെ. അങ്ങനെ എല്ലാ വി വാല്യൂവും യു വാല്യൂവും കിട്ടിക്കഴിഞ്ഞാലാണ് പിന്നെ നമ്മൾ എന്ത് ചെയ്യേണ്ടത്? ഇതുവരെ നമ്മൾ യു വാല്യൂവും വി വാല്യൂ എല്ലാം കണ്ടുപിടിച്ചിരിക്കുന്നത് ഒക്യുപ്പൈഡ് സെല്ലുമായി ബന്ധപ്പെട്ട് ഇക്വേഷൻ സോൾവ് ചെയ്തിട്ടാണ്. ഇനി അൺഒക്യുപ്പൈഡ് അല്ലെങ്കിൽ അൺഅലോക്കേറ്റഡ് സെല്ലുമായി ബന്ധപ്പെട്ടുള്ള ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് കണ്ടുപിടിക്കണം. എന്താണ് അൺഅലോക്കേറ്റഡ് സെൽ എന്ന് പറഞ്ഞാൽ അറിയാലോ? എല്ലാ അൺഅലോക്കേറ്റഡ് സെല്ലിൻ്റെയും ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് കണ്ടുപിടിക്കണം. ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് എന്ന് പറഞ്ഞാൽ ആ ഓരോ അൺഅലോക്കേറ്റഡ് സെല്ലിൻ്റെയും യഥാർത്ഥ ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് ആ സെല്ലിലുള്ളത് എത്രയാണോ മൈനസ് ആ യു വി വാല്യൂവിൻ്റെ അടിസ്ഥാനത്തിൽ ആ അൺഒക്യുപ്പൈഡ് സെല്ലുമായി ബന്ധപ്പെട്ട് നമ്മൾ കണ്ടുപിടിക്കുന്ന കോസ്റ്റ് മൈനസ് ചെയ്യുക. മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്നതാണ് ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ. അതെങ്ങനെയൊക്കെയാണെന്ന് നോക്കാം. നോക്കൂ, കമ്പ്യൂട്ടേഷൻ ഓഫ് ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് ഓഫ് അൺഒക്യുപ്പൈഡ് സെൽ. അൺഒക്യുപ്പൈഡ് സെല്ല് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും, Q1 D1, Q1 D3, Q1 D4, Q2 D1, Q2 D2, Q3 D4 എന്നിങ്ങനെയാണ് അൺഒക്യുപ്പൈഡ് സെല്ലുള്ളതെന്ന് കാണാം. അതിനകത്തുള്ള യഥാർത്ഥത്തിലുള്ള ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് പെർ യൂണിറ്റ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇനി ഇതിനുമായി ബന്ധപ്പെട്ട് ഇതിന് കറസ്പോണ്ടിങ് ഓരോ കോസ്റ്റിനും കറസ്പോണ്ടിങ് ആയിട്ടുള്ള യുയുടെയും വിയുടെയും വാല്യൂ വെച്ചൊരു കോസ്റ്റ് നമ്മൾ കണ്ടുപിടിക്കും. ഫോർ എക്സാമ്പിൾ Q1 D2 അല്ലേ? Q1 D2 ഒന്ന് നോക്കൂ നമ്മൾ ആ ടേബിളിൽ. Q1 D2 ഇത് അൺഅലോക്കേറ്റഡ് സെല്ലാണല്ലോ. ഇതുമായി ബന്ധപ്പെട്ട് യഥാർത്ഥ കോസ്റ്റ് എന്ന് പറയുന്നത് ഇതാണ്, 2 ആണ്. ഇതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള യു വി വാല്യൂവിൻ്റെ അടിസ്ഥാനത്തിലുള്ള കോസ്റ്റ് കണ്ടുപിടിക്കുകയാണ് ചെയ്യേണ്ടത്. അതെങ്ങനെയാണ്? ഈ സെല്ലിനെ ഇതിൻ്റെ യു വി വാല്യൂവിൻ്റെ ഒരു ഫംഗ്ഷനായിട്ട് നമുക്ക് എങ്ങനെ കാണിക്കും? U1 പ്ലസ് V2 ആയിട്ട് കാണിക്കാം. ഈ 2 എന്ന് പറയുന്നതിനെ നമുക്ക് U1 പ്ലസ് V2 ആയിട്ട് കാണിക്കാം. അപ്പോൾ U1 പ്ലസ് V2 എന്ന് കാണിക്കുന്ന സമയത്ത് നോക്കൂ, U1 പ്ലസ് V2 എന്ന് കാണിക്കാം. അപ്പോൾ U1ഉം V2ഉം നമ്മൾ നേരത്തെ കണ്ടുപിടിച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ ഓർക്ക് നേരത്തെ നമ്മളിവിടെ കണ്ടുപിടിച്ചിട്ടുള്ള എല്ലാ വി വാല്യൂവും എല്ലാ യു വാല്യൂവും നമ്മൾ എവിടെ ചേർക്കണം? നമ്മുടെ ആ
ടേബിളിൽ നമ്മൾ പേര് കൊടുത്തില്ല, U1 U2 U3 എന്ന് പേര് കൊടുത്തില്ല, അത് ഈക്വൽ ടു എന്ന് പറഞ്ഞ ആ വാല്യൂ അവിടെ ചേർക്കുക. അതുപോലെ വിയുടെ വാല്യൂ അവിടെ ചേർക്കുക. അപ്പോൾ നമുക്ക് എളുപ്പത്തിൽ മനസ്സിലാവും ഈ രണ്ടിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള UV വാല്യൂവിൻ്റെ അടിസ്ഥാനത്തിലുള്ള കോസ്റ്റ് എന്താണെന്ന് പറഞ്ഞാൽ ഇതാ -5 + 6. അപ്പോൾ +1 ആണ് വരിക. ഓക്കെ, +1 അല്ലേ, നോക്കൂ, +1 കിട്ടി. ഓക്കെ, ഇനി അടുത്ത അൺഓക്യുപ്പൈഡ് സെൽ ഏതാ? ഇതാണ് നമ്മൾ നോക്കിയത്. അടുത്ത അൺഓക്യുപ്പൈഡ് സെൽ ഇതാ Q1D3. Q1D3യുടെ ആക്ച്വൽ ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് 2 ആണ്. എന്നാൽ UV വാല്യൂവിൻ്റെ അടിസ്ഥാനത്തിലുള്ള കോസ്റ്റ് എന്ന് പറഞ്ഞാൽ ഈ സെല്ലിനെ UV വാല്യൂവിൻ്റെ ഫംഗ്ഷനായിട്ട് കാണിക്കിയിട്ടാണ്. അപ്പോൾ എങ്ങനെ വരും? U1 + V3 എന്ന് പറഞ്ഞാൽ -5 + 6 എന്ന് വരും. അപ്പോൾ -5 + 6 എന്ന് പറഞ്ഞാൽ +1 ആണ്, +1 തന്നെയാണ് വരുന്നത്. അതും 1 ആണ് വന്നിരിക്കുന്നത്. ക്ലിയർ? ഓക്കെ, ഇനി നോക്കൂ, അടുത്ത നോക്കൂ, ഇവിടെ Q1D4 ആണ്. Q1D4ൻ്റെ ആക്ച്വൽ കോസ്റ്റ് 1 ആണ്. UV വാല്യൂവിൻ്റെ അടിസ്ഥാനത്തിലുള്ള കോസ്റ്റ് എത്രയാണ് വരിക? -5 + 5 0 ആണ്. അപ്പോൾ ആക്ച്വൽ 2 ആണ്, UV വാല്യൂവിൻ്റെ അടിസ്ഥാനത്തിലുള്ള 0 ആണ്. നോക്കൂ, അത് തന്നെയല്ലേ. Q1D4ൻ്റെ ആക്ച്വൽ 1 ആണ്, UV വാല്യൂവിൻ്റെ അടിസ്ഥാനത്തിൽ 0 കിട്ടി. ഓക്കെ, ഈ രീതിയിലാണ് നമ്മൾ വാല്യൂ കണ്ടുപിടിക്കേണ്ടത്. അതുപോലെ ഇവിടെ Q2D1ൻ്റെത് ആക്ച്വൽ 10 ആണ്, UV വാല്യൂവിൻ്റെ അടിസ്ഥാനത്തിൽ -1 + 7. -1 + 7 എന്ന് പറയുമ്പോൾ +6 ആണ് കിട്ടുക. അപ്പോൾ ആക്ച്വൽ 10ഉം UV വാല്യൂവിൻ്റെ അടിസ്ഥാനത്തിലുള്ള 6ഉം 10ഉം 6ഉം കിട്ടി. ഓക്കെ, ഈ രീതിയിൽ എല്ലാ ആക്ച്വൽ കോസ്റ്റ് ഒരു കോളത്തിൽ കാണിക്കുക, UV വാല്യൂ അതിൻ്റെ ഒരു ഫംഗ്ഷൻ്റെ അടിസ്ഥാനത്തിൽ എത്രയാണ് കോസ്റ്റ് വരിക എന്ന് കണ്ടുപിടിക്കുക. ഈ ആക്ച്വലിൽ നിന്ന് ഈ UV വാല്യൂവിൻ്റെ അടിസ്ഥാനത്തിലുള്ള കോസ്റ്റ് സബ്ട്രാക്ട് ചെയ്യുക. 2 - 1 = 1, 2 - 1 = 1, 1 - 0 = 1. ഓക്കെ, ഇതിനെയാണ് ഇങ്ങനെ സബ്ട്രാക്ട് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന ഈ 1 1 1 4 3 3 ഇതിനെയാണ് ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് ഓഫ് അൺഓക്യുപ്പൈഡ് സെൽ എന്ന് പറയുന്നത്. അപ്പോൾ ഈ അൺഓക്യുപ്പൈഡ് സെല്ലുകളുടെ ഓപ്പർച്യൂണിറ്റി കോസ്റ്റിൻ്റെ അടിസ്ഥാനത്തിലാണ് നമുക്ക് കിട്ടിയിട്ടുള്ള ഇനീഷ്യൽ ഫീസിബിൾ സൊല്യൂഷൻ ഓപ്റ്റിമൽ ആണോ അല്ലയോ എന്ന് തീരുമാനിക്കുന്നത്. ഓക്കെ, അതെങ്ങനെയായിരുന്നു തീരുമാനിക്കുന്നത്? ഇഫ് ഓൾ ദി ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് വാല്യൂസ് ആർ പോസിറ്റീവ്, എല്ലാം പോസിറ്റീവ് ആണെങ്കിൽ ഈ കിട്ടിയ ഇനീഷ്യൽ ഫീസിബിൾ സൊല്യൂഷൻ ഓപ്റ്റിമൽ ആണ്. ഓപ്റ്റിമൽ ആണെന്ന് മാത്രമല്ല, യുണീക്കാണ്. വേറൊരു അതേപോലെയുള്ള ഓപ്റ്റിമൽ സൊല്യൂഷൻ ഇല്ല, യുണീക്ക് ഓപ്റ്റിമൽ സൊല്യൂഷനാണ്. ഹിയർ ഓൾ ദി ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് വാല്യൂസ് ആർ positive value, therefore the initial feasible solution is the unique optimal solution. നേരത്തെ നമ്മൾ കണ്ടിട്ടുള്ള ആ ഇനീഷ്യൽ ഫീസിബിൾ സൊല്യൂഷൻ ഉണ്ടല്ലോ, ആ 15 യൂണിറ്റ് ട്രാൻസ്പോർട്ട് ചെയ്യുന്ന അത് ട്രാൻസ്പോർട്ട് ചെയ്യുന്നതിന് വരുന്ന ടോട്ടൽ ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് 68 എന്ന് കിട്ടിയിരുന്നല്ലോ, അത് ഓപ്റ്റിമൽ തന്നെയാണ്. ഓക്കെ, ഇവിടെ എല്ലാം ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് 1ൽ കൂടുതലാണ്. ഇനി ഏതെങ്കിലും ഒന്ന് ഇതിനകത്ത് 0 ആയിട്ടുണ്ടെങ്കിൽ ഓപ്റ്റിമൽ ആണ് എന്ന് മാത്രമല്ല, ഓപ്റ്റിമൽ ആണ്, പക്ഷെ വേറെ ഒരു ഓപ്റ്റിമൽ സൊല്യൂഷൻ കൂടെ ഉണ്ട് എന്നർത്ഥം. ഇനി ഇതിൽ ഏതെങ്കിലും ഒന്ന് -1 വന്നിട്ടുണ്ട്, നെഗറ്റീവ് വാല്യൂ വന്നിട്ടുണ്ടെങ്കിൽ എന്താ അർത്ഥം? ഏതെങ്കിലും ഒരു നെഗറ്റീവ് വാല്യൂ വന്നിട്ടുണ്ടെങ്കിൽ അതിനർത്ഥം ഈ സൊല്യൂഷൻ ഓപ്റ്റിമൽ സൊല്യൂഷൻ അല്ല. ഓക്കെ, അപ്പോൾ നമ്മൾ ഓപ്റ്റിമലാക്കി മാറ്റാൻ വേണ്ടി റീഅലോക്കേഷൻസ് നടത്തേണ്ടി വരും. ഇത്രയും ക്ലിയർ ആയോ? ഒന്നുകൂടെ നന്നായിട്ട് മനസ്സിലാക്കുക. സംശയമുള്ളവർ എന്നോട് ചോദിക്കുക. മനസ്സിലാക്കിയ ശേഷം ഈ ക്വസ്റ്റ്യൻ നിങ്ങൾ സ്വന്തമായിട്ട് ചെയ്യുക. ഇവിടെ 1 2 3 4 5 5 ഡെസ്റ്റിനേഷനാണുള്ളത്, ഡിമാൻഡ് ഡെസ്റ്റിനേഷൻ. അവിടത്തേക്കാണ് പോവേണ്ടത്, അതുകൊണ്ട് 2 എന്ന് കൊടുത്തിരിക്കുന്നത്. ഫ്രം എന്ന് പറഞ്ഞ സോഴ്സ് ആണ് ABCD. ഓക്കെ, ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് കൊടുത്തിരിക്കുന്നു, ABCDയിലുള്ള അവൈലബിലിറ്റി കൊടുത്തിരിക്കുന്നു, PQRSTയിലുള്ള ഡിമാൻഡ് റിക്വയർമെൻറ്റ്സും കൊടുത്തിരിക്കുന്നു. ഇത് ഇപ്പോൾ ചെയ്ത പോലെ തന്നെ ഓപ്റ്റിമൽ സൊല്യൂഷൻ കണ്ടെത്തുകയാണ് ചെയ്യേണ്ടത്. അത് ക്വസ്റ്റ്യനൊന്നും ഞാൻ എഴുതിയിട്ടില്ല, നിങ്ങൾ മനസ്സിലാക്കുക. ഫൈൻഡ് ഓപ്റ്റിമൽ സൊല്യൂഷൻ ടു ദിസ് ട്രാൻസ്പോർട്ടേഷൻ പ്രോബ്ലം യൂസിങ് VAM ആണ്. ഓക്കെ, സ്വന്തമായിട്ട് ചെയ്ത് ആൻസർ കണ്ടുപിടിക്കുക. ഓക്കെ, താങ്ക് യു.